മണ്ഡലം തിരിച്ചുപിടിക്കാൻ രണ്ടും കൽപ്പിച്ച് ഇടതുമുന്നണിയും നിലനിർത്താൻ യുഡിഎഫും ശ്രമിക്കുന്ന കോഴിക്കോട് രണ്ടാംഘട്ട പ്രചാരണത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മാസങ്ങൾക്ക് മുൻപേ പ്രചാരണം തുടങ്ങിയ യുഡിഎഫ് സ്ഥാനാർത്ഥി എം.കെ. രാഘവനോടൊപ്പം ആദ്യ രണ്ട് പ്രചാരണത്തിലൂടെ ഇടത് സ്ഥാനാർത്ഥി എ. പ്രദീപ് കുമാറിന് ഓടിയെത്താനായി. ബിജെപി സ്ഥാനാർത്ഥി പ്രകാശ് ബാബു ആദ്യഘട്ട പ്രചാരണം തുടങ്ങിയതോടെ പോരാട്ട ചിത്രവും തെളിഞ്ഞു. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയെന്നത് തന്നെയാണ് പ്രചാരണ തന്ത്രം. ആദ്യഘട്ടത്തിൽ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകളിലും കുടുംബയോഗങ്ങളിലുമായിരുന്നു ഇടത് സ്ഥാനാർത്ഥി എ. പ്രദീപ് കുമാർ കേന്ദ്രീകരിച്ചിരുന്നത്. രണ്ടാം ഘട്ടത്തിൽ വാഹന പര്യടനത്തിലൂടെയാണ് വോട്ടർമാരിലേക്ക് എത്തുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബൂത്ത് തലത്തിൽ നല്ല ചലനം സൃഷ്ടിക്കാനായെന്നാണ് ഇടത് കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. നല്ല നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. രണ്ടാം ഘട്ട പര്യടന പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങൾ നടത്താൻ. ഇവരുടെ ഇടയിൽ ഞാൻ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ജീവിക്കുന്ന ഒരു ആളാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സ്വീകാര്യതയാണ്, അതിൻ്റെ ഒരു സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഉച്ചവരെ വോട്ടർമാരെ നേരിൽ കാണുന്ന യുഡിഎഫ് സ്ഥാനാർത്ഥി എം.കെ. രാഘവൻ വൈകുന്നേരത്തോടെ റോഡ് ഷോകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഘട്ടത്തിലെ പ്രചരണം. നടപ്പിലാക്കിയ കേന്ദ്ര പദ്ധതികൾ, 2 ദേശീയ രാഷ്ട്രീയം, 3 സംസ്ഥാന രാഷ്ട്രീയം, ഈ 3 വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രചരണ പരിപാടികളാണ് യുഡിഎഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടുമെന്ന കണക്കുകൂട്ടലാണ് ബിജെപിയുടെയും പ്രവർത്തനങ്ങൾ. പോരാട്ടം മുറുകിയതോടെ ബൂത്ത് തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തീവ്ര ശ്രമമാണ് ഇടത് വലതു മുന്നണികൾ നടത്തുന്നത്. KR സാജു, മീഡിയ 1, കോഴിക്കോട്.